പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള സ്പാർക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഓഫീസ് ജീവനക്കാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മുടെ 11th പേ റിവിഷൻ വന്നിട്ടുണ്ട്. ഈ 11th പേ റിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ബേസിക് പേ അതേപോലെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ആ പേ റിവിഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്, ഏതിലാണ് നമുക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിശദവിവരങ്ങൾ നമുക്ക് സ്പാർക്കിലൂടെ ലഭിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി പറയാം, സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്പാർക്കിൽ എങ്ങനെ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇതിനു മുന്നേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ്. ആ ലിങ്കിൽ പോയി സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യാത്തവർ അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേയാണ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലോഗിൻ, സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വിശദമായിട്ട് ആ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇനി സ്പാർക്കിൽ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തവർക്ക് എങ്ങനെ 11th പേ റിവിഷൻ ഡീറ്റെയിൽസ് കാണാം എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്തവർക്ക് നമ്മുടെ പെൻ നമ്പറാണ് യൂസർ കോഡായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു എംപ്ലോയിയുടെ പെൻ നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ പെൻ നമ്പറായിട്ട് നമ്മുടെ യൂസർ കോഡായിട്ട് നമ്മുടെ പെൻ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇൻഡിവിജ്വൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള പാസ്വേഡും നിർമ്മിച്ചിട്ടുള്ള പാസ്വേഡും കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഒരു നമ്പേഴ്സ്, ക്യാപ്ച എന്നുള്ള രീതിയിൽ ഈ നമ്പേഴ്സ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം സൈൻ ഇൻ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ 30 ദിവസത്തിൽ കൂടുതൽ ആയി സൈൻ ഇൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ എൻ്റർ കറൻറ്റ് പാസ്വേഡ്, എൻ്റർ ന്യൂ പാസ്വേഡ് എന്നുള്ള രീതിയിൽ, അതായത് 30 ദിവസമാണ് ഒരു പാസ്വേഡിൻ്റെ കാലാവധി. നമ്മുടെ ഇൻഡിവിജ്വൽ ലോഗിനിൽ ഒരു പാസ്വേഡിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഓരോ 30 ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് 30 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള വിൻഡോ ആണ് ഇതിന് പകരം വരിക, ആദ്യം തന്നെ വരിക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ വന്നു. ഇതാണ് എൻ്റെ സ്പാർക്കിൻ്റെ ഇൻഡിവിജ്വൽ ലോഗിനിൽ ലഭ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിൽ 11th പേ റിവിഷൻ ഡീറ്റെയിൽസ് നമുക്ക് എവിടെയാണ് ലഭിക്കുക എന്ന് വെച്ചാൽ സർവീസ് മാറ്റേഴ്സ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. അതിൽ മൂന്നാമതായിട്ട് പേ ഫിക്സേഷൻ സ്റ്റേറ്റ്മെൻറ്റ് 11th പേ റിവിഷൻ എന്നുള്ള രീതിയിൽ ഒരു ലിങ്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്. പേ ഫിക്സേഷൻ സ്റ്റേറ്റ്മെൻറ്റ് 11th പേ റിവിഷൻ എന്നുള്ള ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേ റിവിഷൻ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സ്പാർക്കിൽ പേ റിവിഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഡീറ്റെയിൽസും ഒക്കെ തന്നെ ലഭിക്കും. അതല്ല നമ്മുടെ പേ ഫിക്സേഷൻ പെൻഡിങ്ങിലാണ്, ഇപ്പോൾ പല എയ്ഡഡ് സ്കൂളുകളിലും ഇത് പേ ഫിക്സേഷൻ പെൻഡിങ്ങിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്കൂളുകളിൽ നോ എംപ്ലോയി ഫൗണ്ട് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ പേ ഫിക്സേഷൻ നമ്മുടെ ഓഫീസിൽ നിന്നും നടത്തിയതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽസ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. ഓൾറെഡി പേ ഫിക്സേഷൻ നടത്തിയിട്ടുള്ള ഓഫീസുകൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 11th പേ റിവിഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, സ്റ്റേറ്റ്മെൻറ്റ്, 11th പേ റിവിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, പേ ഫിക്സേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനി ഇതിൽ നിന്ന് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാൻ ഈ ഭാഗത്തുള്ള സൈൻ ഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാവുന്നതാണ്.